ഫ്രണ്ട്സ്, ഇന്ന് ആദുവിൻ്റെ സ്കൂളിൻ്റെ ആനുവൽ ഡേ പ്രോഗ്രാമാണ്. അതിന് പോകാം. വൈകുന്നേരമാണ് കേട്ടോ ആനുവൽ ഡേ പ്രോഗ്രാം. ഇച്ചുക്കാക്ക വണ്ടിയും കൊണ്ട് വന്നേനെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. ഞാനും ഉമ്മയും ദീദിയും മാത്രമേ പോയിട്ടുള്ളൂ കേട്ടോ. വീൽ ചെയർ ഡിക്കിയിൽ കയറുന്നില്ലായിരുന്നേ, അതുകൊണ്ട് സീറ്റിലാണ് വെച്ചത്. അവരെന്നെ കഷ്ടപ്പെട്ട് ഇരിക്കുകയാണ് കേട്ടോ ചെയ്തത്. അതിന് 11 മണിക്കേ ബസ് വന്ന് കൊണ്ടുപോയിനെ. അവർക്ക് മേക്കപ്പ് ചെയ്യാനുണ്ടായതുകൊണ്ട് നേരത്തെ അവരെ കൊണ്ടുപോയിനെ. അങ്ങനെ നേരെ നമ്മൾ സ്കൂളിൽ പിടിച്ചേട്ടാ. അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിനെ സ്കൂള്. 22ാമത്തെ ആനുവൽ ഡേ പ്രോഗ്രാമാണ് കേട്ടോ സ്കൂളിൽ നടക്കുന്നത്. അങ്ങനെ ചെന്നപാടെ എനിക്ക് നല്ല സ്വീകരണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് മുമ്പിൽ തന്നെ സീറ്റൊക്കെ സെറ്റാക്കി തന്നിനെ. എൻ്റെ ഒരു ഫോളോവർ എന്നെ ഇങ്ങോട്ടേക്ക് വന്ന് സംസാരിച്ചിനെ. എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട് എന്ന് പറഞ്ഞ് 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണെന്നാണ് തോന്നുന്നത്. പരിപാടിയൊക്കെ നമ്മൾ വരുന്നതിന് മുന്നേ സ്റ്റാർട്ടായിന് കേട്ടോ. അതുകൊണ്ട് പരിപാടി ഇതിൽ ആഡ് ചെയ്തിനെ. എല്ലാവരും കണ്ടോക്ക്. അതും നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടാ, അടിപൊളിയായിട്ട് കളിച്ചിനെ. ഓനെ വീട്ടിൽ നിന്ന് കളിക്കാമെന്ന് പറഞ്ഞിട്ട് ഒന്നും നമുക്ക് കളിച്ചു തന്നിട്ടുണ്ടാവില്ലേ. അതുകൊണ്ട് തന്നെ അവൻ്റെ ഡാൻസ് ഏതാണെന്നോ പാട്ട് ഏതാണെന്നോ ഒന്നും നമുക്കറിയില്ലേനെ. ഫ്രണ്ടിൽ നിന്ന് കളിക്കുന്നുണ്ടപ്പോൾ നല്ല സന്തോഷമായിട്ടോ എനിക്ക്. അവൻ വീട്ടിൽ നിന്ന് കളിക്കാത്തതുകൊണ്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലേനെ. മുമ്പിൽ തന്നെ നിർത്തി അടിപൊളിയായി കളിച്ചിന് കേട്ടോ. പരിപാടി കഴിഞ്ഞ് വന്ന ലുക്കാണ് കേട്ടോ അതുകൊണ്ട്. ഇത് മേക്കപ്പ് സ്വയം റിമൂവ് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഉമ്മ പോയി ക്ലീനാക്കി കൊണ്ടുവന്നിനെ. ഇന്ന് ഇവരെ പരിപാടിയിൽ ഒരു സെലിബ്രിറ്റി വരുന്നുണ്ട് കേട്ടോ. അവരെ സ്വീകരിക്കലാണ്. നമ്മളെ ക്യാമറക്ക് ഹായ് തന്നിന് കേട്ടാ. സുധീർ പേരാവരുമാണ് നമ്മളെ ചീഫ് ഗസ്റ്റ്. അങ്ങനെ ഇന്നത്തെ പരിപാടി അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര തിരക്കേന്. പിന്നെ നമ്മൾ അധികം നേരം നിന്നില്ല കേട്ടോ. 2-3 മതി പരിപാടി ഒക്കെ കഴിഞ്ഞപാടും വീട്ടിലേക്ക് വിട്ടേ. അതുതന്നെ നേരെ മാർത്തി വീട്ടിൽ വിട്ടിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ അടുത്ത എടുക്കണം. ബൈ ബൈ.